Question number 10. If sigma r is equal to 1 to n tr is equal to എന്നിലുള്ള ഒരു എക്സ്പ്രഷൻ ആയിട്ട് തന്നിരിക്കുന്നു. Then limit n tends to infinity sigma r is equal to 1 to n 1 by tr. ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും ശരി, ഇവിടെ തന്നിരിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യം തന്നെ എന്താ തന്നിരിക്കുന്നത്? സിഗ്മ r is equal to 1 to n tr. ആറിന് 1 2 3 എക്സെട്ര എന്ന് കൊടുത്താൽ T1 പ്ലസ് T2 പ്ലസ് T3 പ്ലസ് എക്സെട്ര പ്ലസ് Tn. അതായത് T1, T2, T3 എക്സെട്ര എന്ന് പറയുന്ന ഒരു സീക്വൻസിലെ ആദ്യത്തെ n ടേംസിന്റെ സം ആണല്ലോ ശരിക്കും നമുക്കിതാ ഇവിടെ ഈ തന്നിരിക്കുന്നത്. നമുക്കതിനെ ഒരു SN എന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിക്കാം, സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ സീക്വൻസ്. അപ്പം ഞാനതിനെ SN എന്ന് പേരിട്ട് വിളിക്കുന്നു. സോ SN ആണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ SN എന്താ തന്നിരിക്കുന്നത്? 2n മൈനസ് 1 ഇൻറ്റു അല്ലെ 2n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 3 ഇൻറ്റു 2n പ്ലസ് 5 ഡിവൈഡഡ് ബൈ 64. അപ്പോൾ ഇത് T1, T2, T3 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസിലെ ആദ്യത്തെ n ടേംസിൻ്റെ സം ആണ്. അപ്പോൾ SN എന്ന് വിളിച്ചു. SN കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് എന്ത് ടേം കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ? Tn. ഇത് സീക്വൻസിൻ്റെ ബേസിക് ഐഡിയ. എങ്ങനെയാ സം ടു n ടേംസ് ഉണ്ടെങ്കിൽ അവിടെ നിന്ന് എന്ത് ടേം കണ്ടുപിടിക്കുന്നത്? Tn is equal to Sn മൈനസ് Sn മൈനസ് 1. ക്ലിയർ അല്ലേ? അല്ലേ? യെസ്, ഇത് സീക്വൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ എന്താ Sn എന്ന് പറഞ്ഞാൽ? Sn എന്താ അവിടെ തന്നിട്ടുണ്ട്? 2n മൈനസ് 1 ഇൻറ്റു 2n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 3 ഇൻറ്റു 2n പ്ലസ് 5 ഹോൾ ഡിവൈഡഡ് ബൈ 64 മൈനസ് Sn മൈനസ് 1. Sn മൈനസ് 1 വേണമെങ്കിൽ Snനകത്ത് n ഒക്കെ മാറ്റി n മൈനസ് 1 ആക്കിയാൽ പോരെ. അപ്പോൾ ആദ്യത്തെ 2n മൈനസ് 1 എന്നുള്ളത് എന്താകും? 2 ഇൻറ്റു n മൈനസ് 1 മൈനസ് 1 അല്ലേ? അതായത് 2n മൈനസ് 2 മൈനസ് 1 2n മൈനസ് 3 ആകും. അടുത്ത 2n പ്ലസ് 1 എന്നുള്ളത് n മാറ്റി n മൈനസ് 1 കൊടുക്കുമ്പോൾ 2n പ്ലസ് 2 2n മൈനസ് 2 പ്ലസ് 1 2n മൈനസ് 1 ആകത്തില്ലേ? യെസ്, 2n മൈനസ് 1 ആകും. അടുത്തത് 2n പ്ലസ് 3 2n പ്ലസ് 3 എന്നുള്ളത് എന്താകും? 2n മൈനസ് 2 പ്ലസ് 3 2n പ്ലസ് 1 ആകും. n മാറ്റി n മൈനസ് 1 കൊടുക്കുന്നു. 2n പ്ലസ് 5 എന്നുള്ളത് 2n മൈനസ് 2 പ്ലസ് 5, അതായത് 2n പ്ലസ് 3 എന്ന് വരില്ലേ? ഡിവൈഡഡ് ബൈ 64. അപ്പോൾ ഇതാണ് Tn, nth ടേം എന്ന് പറയുന്നത്. നമുക്ക് വേണമെങ്കിൽ രണ്ട് ടേംസിൽ നിന്നും കോമൺ ആയിട്ട് എടുക്കാൻ അവിടെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ? എന്തൊക്കെയാണ് കോമൺ എടുക്കാൻ പറ്റുക? 2n മൈനസ് 1 രണ്ടിലും കാണാനുണ്ട്. പിന്നെ 2n പ്ലസ് 1 കോമൺ ആയിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ 2n പ്ലസ് 3യും കോമൺ ആയിട്ടുണ്ട്. പിന്നെ ഡിനോമിനേറ്ററിലെ 64ഉം കോമൺ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ പിന്നെ ബാക്കി എന്താ കിട്ടുന്നത്? ആദ്യത്തെ ടേമിൽ പിന്നെ ഒരു 2n പ്ലസ് 5 ഉണ്ട്. രണ്ടാമത്തെ ടേമിലോ ഒരു 2n മൈനസ് 3യും ഉണ്ട് കേട്ടോ. which is equal to 2n minus 1 into 2n plus 1 into 2n plus 3 divided by 64 into അടുത്തത് 2n minus 2n ക്യാൻസൽ ആകും. പിന്നെ 5 minus minus 3 5 plus 3 എന്താ 8 ആകത്തില്ലേ? ആ 8ഉം 64ഉം കൂടെ കട്ട് ചെയ്താൽ ഇവിടെ 8 വരും. അപ്പോൾ ഇതാണ് ശരിക്കും നമുക്ക് എന്താ Tn ആയിട്ട് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ട കാര്യം എന്താന്ന് നോക്കി, 1/tr സം അല്ലേ? അപ്പോൾ 1/tr വേണം അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 1/tr എഴുതാം. 1/tr is equal to Tn ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ റെസിപ്രോക്കൽ അല്ലേ 1/tn. ആ n മാറ്റി നമുക്ക് 6 എന്ന് കൊടുത്തേക്കാം. അപ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ 8 ഡിവൈഡഡ് ബൈ, അതുപോലെ n മാറ്റിയിട്ട് ഇനി 6 എന്ന് എഴുതിയേക്കാം, കാര്യം tr അല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പോൾ 2r മൈനസ് 1 ഇൻറ്റു 2r പ്ലസ് 1 അല്ലേ ഇൻറ്റു 2r പ്ലസ് 3 അല്ലേ 2r പ്ലസ് 3 കേട്ടോ. അപ്പോൾ ഇതാണ് 1/tr. നമുക്ക് വേണ്ടത് എന്താ? ഈ 1/trകളുടെ എല്ലാം കൂടെ സം അല്ലേ? ആറിന് 1 2 3 എക്സെട്ര ടു n വരെ കൊടുത്ത് എല്ലാം കൂടെ സം ചെയ്യുക. എന്നിട്ട് n ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന ലിമിറ്റും എടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ആ സം എടുക്കാം. ആ സം എടുക്കാനായിട്ട് നമ്മളൊരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് കൂടെ വരുത്താൻ പോകുന്നു. അതായത് ഇവിടെ 8 ഡിവൈഡഡ് ബൈ എന്ന, അപ്പം ഞാൻ ആ 8നകത്തെ ഒരു 2 ഇങ്ങോട്ട് മാറ്റി, ബാക്കി 4 അല്ലേ? അപ്പോൾ ഇതിനെ 4 ഡിവൈഡഡ് ബൈ 2r മൈനസ് 1 ഇൻറ്റു 2r പ്ലസ് 1 ഇൻറ്റു 2r പ്ലസ് 3 എന്ന് എഴുതി.
ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു, ഇനി ഞാൻ ആ ന്യൂമറേറ്ററിലെ 4 ഉണ്ടല്ലോ, ആ 4നെ 2r പ്ലസ് 3 മൈനസ് ഓഫ് 2r മൈനസ് 1 എന്ന് എഴുതിയെന്ന് വിചാരിച്ചു. 2r പ്ലസ് 3 മൈനസ് ഓഫ് 2r മൈനസ് 1, 2rഉം 2rഉം കൂടെ ക്യാൻസൽ ആയി പോകും. 3 മൈനസ് മൈനസ് 1, 3 പ്ലസ് 1 4 ആയിട്ട് തന്നെ കിട്ടുമല്ലോ. അപ്പം ന്യൂമറേറ്ററിലെ 4നെ ഞാൻ എങ്ങനെയൊന്ന് മാറ്റി എഴുതി? 2r പ്ലസ് 3 മൈനസ് ഓഫ് 2r മൈനസ് 1. അപ്പം അങ്ങനെ മാറ്റി എഴുതിയത് മറ്റൊന്നിനുമല്ല, നമ്മുടെ ഈ ടേമിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാനാണ്. അങ്ങനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ അതിനകത്തെ പലതും ക്യാൻസൽ ആയി പോകും. ഇങ്ങനെയുള്ള സീക്വൻസുകളെ നമ്മൾ വിളിക്കുന്ന പേര് ടെലിസ്കോപ്പിക് സീക്വൻസ് എന്നല്ലേ. അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ടെലസ്കോപ്പിക് സീക്വൻസ് എന്നുള്ള രീതിയിൽ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനാണ് ന്യൂമറേറ്റർ ഇങ്ങനെ മാറ്റിയത്. ഡിനോമിനേറ്റർ 2r മൈനസ് 1 ഇൻറ്റു 2r പ്ലസ് 1 ഇൻറ്റു 2r പ്ലസ് 3 കണ്ടോ, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു. ഇനി നമുക്ക് ആ ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിലുള്ള ഓരോ ടേമിനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താലോ? ഡിനോമിനേറ്ററിനെ ന്യൂമറേറ്ററിലുള്ള ഓരോ ടേമിനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്താൽ ആദ്യം എനിക്ക് എന്താ കിട്ടുക? ഫസ്റ്റ് ടേം 1 ഡിവൈഡഡ് ബൈ, അവിടെ 2r പ്ലസ് 3 ക്യാൻസൽ ആയി പോകുമല്ലോ, 2r മൈനസ് 1 ഇൻറ്റു 2r പ്ലസ് 1. ഇനി ഡിനോമിനേറ്ററിനെ നമ്മൾ രണ്ടാമത്തെ ടേമിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ 2r മൈനസ് 1 ക്യാൻസൽ ചെയ്തിട്ട് 2r പ്ലസ് 1 ഇൻറ്റു 2r പ്ലസ് 3 എന്ന് കിട്ടത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് 1/tr എന്ന് പറയുന്നത്. നമുക്ക് സിഗ്മ 1/tr ആണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം ചെയ്യുന്നു. ആറിന് 1 2 3 എക്സെട്ര n എന്ന് കൊടുക്കുന്നു. ആറിന് 1 കൊടുത്താൽ എന്താ സംഭവിക്കുക? 1/tr എന്നുള്ളത് 1/t1 എന്ന് വരും. 1/t1 എന്താ കിട്ടുക? 2 ഇൻറ്റു 1/1 ഇൻറ്റു 3 മൈനസ് 1/3 ഇൻറ്റു 5 എന്ന് കിട്ടും. ശരിയല്ലേ? നോക്കിയേ, ആറിന് നമ്മൾ 1 എന്ന് കൊടുത്താൽ ഇങ്ങനെയല്ലേ വരിക. അടുത്തത് ആറിന് 2 കൊടുക്കാം. ആറിന് 2 കൊടുത്താൽ 1/t2 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/3 ഇൻറ്റു 5 മൈനസ് 1/5 ഇൻറ്റു 7 എന്ന് കിട്ടും. അടുത്ത ആറിന് 3 കൊടുത്താലോ 1/t3 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/5 ഇൻറ്റു 7 മൈനസ് 1/7 ഇൻറ്റു 9 എന്ന് കിട്ടും, എക്സെട്ര. ഇങ്ങനെ ഞാൻ അവസാനം ആറിന് n ആണ് കൊടുക്കുന്നത് എന്നിരിക്കട്ടെ. ആറിന് n കൊടുത്താൽ 1/tn ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 1/2n മൈനസ് 1 ഇൻറ്റു 2n പ്ലസ് 1 മൈനസ് 1/2n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 3. ഇങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ, നമുക്കിതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്യാം അല്ലേ? ഇതെല്ലാം കൂടി ഞാൻ ഒന്ന് ആഡ് ചെയ്യാൻ പോകുന്നു. ആഡിങ്. ഓക്കെ, ആഡ് ചെയ്താൽ നോക്കിയേ മക്കളെ, ലെഫ്റ്റ് സൈഡ് എന്ത് കിട്ടും? ലെഫ്റ്റ് സൈഡ് 1/t1 പ്ലസ് 1/t2 പ്ലസ് 1/t3 എക്സെട്ര 1/tn. ഇങ്ങനെയല്ലേ ആഡ് ചെയ്താൽ കിട്ടുന്നത്? ഇനി റൈറ്റ് സൈഡ് എന്താ കിട്ടുന്നത്? റൈറ്റ് സൈഡ് നോക്കിയേ, എല്ലാത്തിലും 2 കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 2 കോമൺ ആയിട്ട് ഇട്ടേക്കാം. ഇനി ആ റൈറ്റ് സൈഡ് എല്ലാം കൂടെ ആഡ് ചെയ്താൽ നോക്കിയേ, മൈനസ് 1/3 ഇൻറ്റു 5 പ്ലസ് 1/3 ഇൻറ്റു 5 ക്യാൻസൽ ആയി പോകുമല്ലോ. അതുപോലെ അടുത്തത് 1/5 ഇൻറ്റു 7 മൈനസ് 1/5 ഇൻറ്റു 7 ക്യാൻസൽ ആകും. ഇതേ പാറ്റേണിൽ പോയാൽ ലാസ്റ്റിൽ ഇതാ ഇങ്ങനെ ക്യാൻസൽ ആകത്തില്ലേ? പിന്നെ ബാക്കി വരുന്ന എന്താ? ഒരു 1/1 ഇൻറ്റു 3 അഥവാ ഒരു 1/3 ബാക്കിയുണ്ട്. പിന്നെ ലാസ്റ്റിൽ ഒരു മൈനസ് 1 ഡിവൈഡഡ് ബൈ 2n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 3യും ബാലൻസ് ഉണ്ട്. കണ്ടോ? പക്ഷേ നമുക്ക് വേണ്ടത് ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, n ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ ക്വാണ്ടിറ്റി എന്തിലേക്ക് ടെൻഡ് ചെയ്യുന്നു? ഇതല്ലേ നമുക്ക് അറിയേണ്ടത്. n ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്താൽ 2 ഒക്കെ 2ലേക്ക് തന്നെ, 1/3 തന്നെ, അതൊക്കെ കോൺസ്റ്റൻസ് ആണ്. പക്ഷെ അടുത്തതോ 1/2n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 3 എന്ന. n ഇൻഫിനിറ്റിയിലേക്ക് പോയാൽ ആ ഡിനോമിനേറ്റർ അപ്പാടെ എന്തായിട്ട് മാറും? ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യും. ഡിനോമിനേറ്റർ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്താൽ ആ ക്വാണ്ടിറ്റി 0യിലേക്കല്ലേ ടെൻഡ് ചെയ്യുക? ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് ആ ലിമിറ്റ് എന്താ കിട്ടുക? 2/3 എന്നല്ലേ കിട്ടുക. ക്ലിയർ ആണല്ലോ? 2/3 എന്ന് വന്നിരിക്കുന്നത് ഓപ്ഷൻ 3 ആണ്. സോ ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ.